കോടതി വിധിയെ അവഗണിച്ച എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയെ വീണ്ടും കലാപഭൂമിയാക്കാൻ മാർ ബോസ്കോ പുത്തൂരും കൂരിയയും. പരിഭാവനവും ചരിത്ര പ്രസിദ്ധവുമായ എറണാകുളം സെന്റ് മേരീസ് ബസിലിക്ക വീണ്ടും കലാപഭൂമിയാക്കാൻ മാർ ബോസ്കോ പുത്തൂരും അദ്ദേഹം നിയമിച്ച കളങ്കിതരായ കൂരിയ അംഗങ്ങളും പരിശ്രമിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഒരു വർഷത്തിലധികമായി വിശുദ്ധ കുർബാന മുടങ്ങിക്കിടക്കുന്ന ബസിലിക്ക ദേവാലയം കോടതിയുടെ നിർദ്ദേശപ്രകാരം തുറക്കുകയും വിശുദ്ധ കുർബാന തർക്ക വിഷയമായ വിശുദ്ധ കുർബാനയൊഴികെ മറ്റെല്ലാ കൂദാശകളും കർമ്മങ്ങളും ഏതാനും നാളുകളായി സുഗമമായി നടന്നു വരികയാണ്. ഇടവകയുടെ കീഴിലുള്ള മറ്റ് 6 കുരിശുപള്ളികളിലായി ദൈവജനത്തിന് ആവശ്യമായ ജനാഭിമുഖ വിശുദ്ധ കുർബാനയും കുട്ടികളുടെ കാറ്റഗിസവും മുടക്കം കൂടാതെ നടക്കുമ്പോഴാണ് ബസിലിക്ക ദേവാലയത്തിലും കുരിശുപള്ളികളിലും വീണ്ടും സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ മാർ ബോസ്കോ ശ്രമിക്കുന്നത്. മാർ ബോസ്കോ തന്നെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നിയമിച്ച റവറന്റ് ഫാദർ വർഗീസ് മണവാളനെ അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്ത് നിന്ന് മാറ്റി പകരം കൂരിയയുടെ ഗുണ്ടാതന്ത്രങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു വൈദികനെ അഡ്മിനിസ്ട്രേറ്ററായി നിയമിക്കാനാണ് മാർ ബോസ്കോയും കൂരിയയും ലക്ഷ്യമിടുന്നത്. എന്തിനാണ് ഫാദർ വർഗീസ് മണവാളനെ അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത്? ഇന്നുവരെ മാർ ബോസ്കോയുടെയും കോടതിയുടെയും എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ഇടവകയുടെ നന്മയ്ക്കും വേണ്ടി സത്യസന്ധമായി പ്രവർത്തിക്കുന്നതാണോ ഫാദർ വർഗീസ് മണവാളൻ ചെയ്യുന്ന കുറ്റം? സ്വന്തം താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി സിനഡ് കുർബാന മാത്രമേ അർപ്പിക്കുകയുള്ളൂ എന്ന് നിർബന്ധപൂർവ്വം എഴുതി ഒപ്പിട്ട് വാങ്ങി കഴിഞ്ഞ ഡിസംബർ 4-ന് പട്ടം നൽകിയ 2 നവവൈദികരെ ബസിലിക്കയിൽ കൊച്ചച്ചന്മാരായി നിയമിച്ചുകൊണ്ടും നിലവിലുള്ള കൊച്ചച്ചന്മാരെ മറ്റു പള്ളികളിലേക്ക് നിയമിച്ചും മാർ ബോസ്കോ ഉത്തരവ് ഇറക്കി. നവവൈദികരെ വീണ്ടും തന്റെ ഇംഗിതവും നിയമലംഘനങ്ങളും നടത്താനുള്ള ഉപകരണങ്ങളായി ഉപയോഗിക്കുന്നത് ആർക്കും സഹിക്കുന്ന കാര്യമല്ല. 10 മാസം പട്ടം നൽകാതെ പീഡിപ്പിച്ചത് പോരാഞ്ഞിട്ടാണ് ഇപ്പോൾ ജനാഭിമുഖ കുർബാന മാത്രമുള്ള ഇടവകളിലേക്ക് സിനഡ് രീതിയിൽ മാത്രമേ കുർബാന അർപ്പിക്കാവൂ എന്ന താക്കീത് നൽകി സംഘർഷ ഭൂമിയിൽ തള്ളിയിടുന്നത്. മുഖ്യ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയില്ലെങ്കിലും ഏതാനും മാസങ്ങളായി ബസിലിക്ക ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളും സമാധാനപരമായി മുന്നോട്ട് പോകുകയായിരുന്നു. അടുത്തുവരുന്ന ജനുവരി സിനഡിന് മുൻപ് കത്തീഡ്രൽ ബസിലിക്കയിൽ കോടതി അലക്ഷ്യമായാലും സിനഡ് കുർബാന അർപ്പിക്കുമെന്ന വാശിയിലാണ് മാർ ബോസ്കോ. ഇടവകയുടെ കുരിശുപള്ളികളിൽ കോടതി നിർദ്ദേശപ്രകാരം നിലനിൽക്കുന്ന ജനാഭിമുഖ കുർബാന നിർത്തലാക്കി അവ അടച്ചുപൂട്ടിയോ ഫലമായി സിനഡ് രീതിയിൽ കുർബാന അർപ്പിച്ചോ സിനഡിലെ കൽദായ ലോബിയുടെ കയ്യടി നേടുകയാണ് മാർ ബോസ്കോ ലക്ഷ്യം വെക്കുന്നത്. സമാധാനപരമായി പ്രശ്നങ്ങൾ തീർക്കാനുള്ള തന്റെ മുകളിലുള്ളവരുടെ ശ്രമങ്ങൾ തകർക്കുക എന്നതും ലക്ഷ്യമാണ്. സമാധാനപരമായി നീങ്ങുന്ന ഒരു ഇടവകയെയാണ് മാർ ബോസ്കോ തന്റെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്കായി നശിപ്പിക്കാൻ ഒരുങ്ങുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയെ നയിച്ച വിശുദ്ധരായ പിതാക്കന്മാരുടെ ഖബറിടങ്ങൾ സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ ബലിയർപ്പിച്ച ബലിപീഠമുള്ള കേരള സഭയിലെ തന്നെ ആദ്യത്തെ ബസിലിക്കയായ സെന്റ് മേരീസ് ബസിലിക്കയിൽ 15 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അതിൽ 7 ഇപ്പോൾ വിചാരണ നേരിടുകയും ജാമ്യത്തിൽ ഇറങ്ങി നടക്കുന്ന ഏത് തെമ്മാടിത്തരവും യാതൊരു മനസാക്ഷിയും കൂടാതെ ചെയ്യാൻ പറ്റിയ വൈദികരെ സ്വന്തം സഹപ്രവർത്തകരായി കൂരിയയിൽ നിയമിച്ചതിന്റെ ഗൂഢലക്ഷ്യമാണ് ഇപ്പോൾ വെളിപ്പെടുന്നത്. പണവും അധികാരവും ഉപയോഗിച്ച് പോലീസിന്റെ സഹായത്തോടെ സിനഡ് കുർബാന ബസിലിക്കയിൽ അർപ്പിച്ചാൽ ബസിലിക്ക വീണ്ടും കലാപഭൂമിയാകും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് പുതിയ നിയമനങ്ങൾ കൂരിയയുടെ ഒത്താശയോടെ മാർ ബോസ്കോ നടത്തിയിട്ടുള്ളത്. ഇത് കോടതി വിധികളെ മാനിക്കാതെയുള്ള പ്രവർത്തനങ്ങളാണ്. മോൺസിഞ്ഞോർ ആന്റണി നരിക്കുളത്തെ ബസിലിക്ക വികാരി സ്ഥാനത്ത് നിന്ന് കാനാൻ നിയമങ്ങൾക്ക് വിരുദ്ധമായി സ്ഥലം മാറ്റുകയും ഫാദർ ആന്റണി കൂതവേലിയെ അഡ്മിനിസ്ട്രേറ്ററായി നിയമിക്കുകയും പോലീസിന്റെ സഹായത്തോടെ ബസിലിക്കയിൽ വിശുദ്ധ ബലിയർപ്പിക്കാൻ പരിശ്രമിക്കുകയും ചെയ്ത ബസിലിക്കയുടെ പരിഭാവനത തകർത്ത മാർ ആൻഡ്രൂസ് താഴത്തിന്റെ പാതയിലൂടെയാണ് മാർ ബോസ്കോയും ഇപ്പോൾ നീങ്ങുന്നത്. സമാധാനപരമായ അന്തരീക്ഷം തകർത്തുകൊണ്ട് അതിരൂപതയുടെ അമ്മ ദേവാലയമായ കത്തീഡ്രൽ ഇടവകയെ നശിപ്പിച്ച് തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നടപ്പിലാക്കാനുള്ള മാർ ബോസ്കോയുടെയും കൂരിയയുടെയും ശ്രമങ്ങളെ ഇടവകാംഗങ്ങളും അതിരൂപതയിലെ വിശ്വാസികളും ചെറുക്കേണ്ടതുണ്ട്.